ചെർപ്പുളശ്ശേരി ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് 2019-20 അധ്യയന വർഷത്തിലെ കോളേജ് യൂണിയൻ പുറത്തിറക്കിയ മാഗസിൻ പ്രകാശനം ചെയ്തു. സ്റ്റുഡന്റ് എഡിറ്റർ നിശ്ചൽ ദേവ് പി കെ ശശി എംഎൽഎക്ക് മാഗസിൻ കൈമാറി. സർഗാത്മകമാക്കി മാറ്റാനുള്ള അതിനുള്ള ഒരുപാട് കോളേജ് യൂണിയന്റെ ജനാധിപത്യപരമായ പ്രവർത്തനം, അതുപോലെ തന്നെ നല്ല സർഗപ്രതിഭകളെ കണ്ടെത്താനും അവർക്ക് പ്രോത്സാഹനം കൊടുക്കാനും എല്ലാം സഹായകമായ രൂപത്തിലുള്ള കോളേജ് യൂണിയൻ മാഗസിൻ, ഫൈൻ ആർട്സ് ക്ലബ്ബ്, ഇതെല്ലാം തന്നെ തീർച്ചയായിട്ടും ഏറ്റവും എടുത്തു പറയേണ്ട മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ കോളേജ് യൂണിയന്റെ മാഗസിൻ. എല്ലാവരുടെയും അനുവാദത്തോടു കൂടി വളരെ സന്തോഷകരമായ ഈ നിമിഷത്തിൽ ഇത് പ്രകാശനം ചെയ്യുകയാണ്. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചെർപ്പുളശ്ശേരിയിലെ 2019-20 അധ്യയന വർഷത്തിലെ ബോൾഷെഫിക് 2 കോളേജ് യൂണിയൻ പുറത്തിറക്കിയ മാഗസിൻ പേര് നോക്കി ഒറ്റപ്പെടുത്തുന്നിടത്ത് പേരിലൊക്കെ എന്തു കാര്യം സ്റ്റുഡന്റ് എഡിറ്റർ നിശ്ചൽ ദേവ് പി കെ ശശി എംഎൽഎക്ക് കൈമാറി പ്രകാശനം നടത്തി. പേര് നോക്കി ഒറ്റപ്പെടുത്തുന്നിടത്ത് പേരിലൊക്കെ എന്ത് കാര്യം, ഏറ്റവും പുതിയൊരു ഭാവനാപൂർവ്വമായിട്ടുള്ള, ഞാൻ നടാടിയാണ്, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോളേജ് മാഗസിൻ ഇങ്ങനെ ഒരു പേര് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. എന്നാലും നല്ല ഭാവനയുള്ള ആളുകളാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന്റെ പ്രകാശന കർമ്മം ഞാൻ നിർവഹിക്കുന്നു. ഉദ്ഘാടന വേളയിൽ യൂണിയൻ ചെയർമാൻ വിഘ്നേഷ്, യൂണിയൻ UUC മുഹമ്മദ് നാഫിക്, സബ് എഡിറ്റേഴ്സായ ഷെരീഫ്, അഭിജിത്ത്, മാഗസിൻ കമ്മിറ്റി അംഗങ്ങളായ അൽതാഫ്, ഷാദുലി, സലാഹുദ്ദീൻ, മുബാറക് എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കുലുക്കല്ലൂർ 29ാം ഡിവിഷനിൽ നിന്നും ഷാബര ടീച്ചർ മത്സരിക്കും. കെട്ടിവെക്കാനുള്ള തുക കേരള അൺഎയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയാണ് നൽകുന്നത്. കേരള അൺഎയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയാണ് നൽകുന്നത്. ഷാബര ടീച്ചർ നിലവിൽ യൂണിയൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കുലുക്കല്ലൂരിലെ 29ാം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന വ്യക്തിയാണ് ഷാബര ടീച്ചർ. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി നഗരസഭാ തിരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും കൌൺസിലറുമായിരുന്ന PP വിനോദ് കുമാറിന് മത്സരിക്കാൻ സീറ്റ് നൽകാത്തത് UDFൽ പൊട്ടിത്തെറിക്ക് സാധ്യതയേറി. നിലവിലെ വിനോദിന്റെ സീറ്റ് വനിതാ സംവരണമായതിനാൽ ഉങ്ങുന്തറ വാർഡിൽ മത്സരിക്കാനായിരുന്നു UDF തീരുമാനം. എന്നാൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും വിനോദിന്റെ പേര് മാത്രം എവിടെയും വന്നതുമില്ല. നഗരസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റും നിലവിലെ കൌൺസിലറുമായ PP വിനോദ് കുമാറിന് മത്സരിക്കാൻ സീറ്റ് നൽകാത്തത് UDFൽ പൊട്ടിത്തെറിക്ക് സാധ്യതയേറി. കോൺഗ്രസിലെ പ്രമുഖ നേതാവും ഭരണ തുടർച്ച വന്നാൽ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനാർത്ഥി കൂടിയായ വിനോദിനെ മാറ്റി നിർത്തിയതിന്റെ കാരണം വ്യക്തമല്ലെങ്കിലും ഇത് ഇടതുമുന്നണി ഭരണം സുനിശ്ചിതമാക്കാൻ കാരണമായേക്കും. നിലവിലെ വിനോദിന്റെ സീറ്റ് വനിതാ സംവരണമായതിനാൽ ഉങ്ങുന്തറ വാർഡിൽ മത്സരിക്കാനായിരുന്നു UDF തീരുമാനം. എന്നാൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും വിനോദിന്റെ പേര് മാത്രം എവിടെയും വന്നതുമില്ല. CCN ചെർപ്പുളശ്ശേരി. റോഡ് അപകടങ്ങളിൽ മരണപ്പെട്ടവരുടെ ഓർമ്മ ദിനങ്ങളിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ച മോട്ടോർ വാഹന വകുപ്പ്. കടമ്പഴിപ്പുറം പുഞ്ചപ്പാടം വളവിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പാലക്കാട് ജില്ലയിലെ ദിനാചരണം നിരവധി അപകടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള പുഞ്ചപ്പാടം വളവിലാണ് സംഘടിപ്പിച്ചത്. ബോധവൽക്കരണ പരിപാടി എൻഫോഴ്സ്മെന്റ് RTO VA സഹദേവൻ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ എൻഫോഴ്സ്മെന്റ് MVIമാർ, AMVIമാർ, ശ്രീകൃഷ്ണപുരം CI ബിനീഷ് എന്നിവർ പുഷ്പാർച്ചനയും നടത്തി. ചടങ്ങിൽ കഴിഞ്ഞ ദിവസം പുഞ്ചപ്പാടം വളവിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട ദമ്പതിമാരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലേക്ക് UDFന്റെ സ്ഥാനാർത്ഥികൾ പഞ്ചായത്തിൽ എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ശ്രീകൃഷ്ണപുരം SBI ജംഗ്ഷനിൽ നിന്ന് പ്രകടനമായാണ് പഞ്ചായത്തിലെത്തി പത്രിക സമർപ്പിച്ചത്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലേക്കുള്ള UDFന്റെ സ്ഥാനാർത്ഥികളാണ് പത്രികാ സമർപ്പണം നടത്തിയത്. ഇലക്ഷൻ ഓഫീസർ N അരവിന്ദാക്ഷന് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. ശ്രീകൃഷ്ണപുരം SBI ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി പഞ്ചായത്തിലെത്തിയാണ് പത്രിക സമർപ്പിച്ചത്.
മണ്ഡലം പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ, UDF ചെയർമാൻ പി ഗിരീശൻ, KSSPA ജില്ലാ സെക്രട്ടറി കെ ബാലകൃഷ്ണൻ മാസ്റ്റർ, INTUC ജില്ലാ സെക്രട്ടറി VN കൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CN അനുരൂപ്, ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM ശിവരാമൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാനി, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് P മണികണ്ഠൻ, അജിത്, രതീഷ് തുടങ്ങിയവരും പത്രികാ സമർപ്പണത്തിനെത്തിയ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു. CCN കടമ്പഴിപ്പുറം. കേരള ക്ഷേത്ര സമന്വയ സമിതിയുടെ പാലക്കാട് ജില്ലാ ഭാരവാഹികളെ സംസ്ഥാന പ്രസിഡന്റ് ആലങ്ങോട് ദാനശീലൻ പ്രഖ്യാപിച്ചു. ഒറ്റപ്പാലത്ത് നടന്ന ചടങ്ങ് പ്രവീൺ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. പണ്ടത്തെ പോലെയല്ല നമ്മുടെ ഈ സനാതന ധർമ്മത്തിന് ഏത് വിദേശ ശക്തികൾ ഇവിടെ ഭാരതത്തിൽ വന്നാലും ഏത് യൂറോപ്യൻ യൂണിയനിൽ നിന്നും ഉത്തര കൊറിയയിൽ നിന്നും ചൈനയിൽ നിന്നും എവിടുന്ന് വന്ന് ഈ ഭാരതീയ സംസ്കൃതിയെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും ഇത് നശിക്കില്ല. ഉദരേതാത്മനാത്മാനം ആത്മാനം അവസാദയും ആത്മീയനോ ആത്മീയ ത്രിപുരാത്മന സ്വയം ഉയർന്നു വന്ന് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രകാശ് നാട്ടുകുളങ്ങരയുടെ അധ്യക്ഷതയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടന്ന യോഗത്തിൽ ഒറ്റപ്പാലം പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രം മേൽശാന്തി പ്രവീൺ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി. T വിജയൻ നായർ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ജനറൽ സെക്രട്ടറി മനോജ് കയറാട്ട്, ട്രഷറർ ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. CCN ഒറ്റപ്പാലം. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഭയാശങ്ക കൂടാതെയും മമതയോടും വിദ്വേഷമോ കൂടാതെയും എന്റെ ഔദ്യോഗിക വൃത്തികൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യും. 21 വാർഡുകളുള്ള ആലിപ്പറമ്പ് പഞ്ചായത്തിൽ മുഴുവൻ വാർഡുകളിലേക്കുമുള്ള LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇതിൽ 10 സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. കഴിഞ്ഞ തവണ പഞ്ചായത്ത് അംഗമായിരുന്ന 2 പേർ ഇത്തവണയും ജനവിധി തേടുന്നുണ്ട്. ഇവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് പത്രികാ സമർപ്പണം നടന്നത്. CCN പെരിന്തൽമണ്ണ. ഏലംകുളം പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 16 വാർഡുകളിൽ മുസ്ലിം ലീഗ് 4 സീറ്റിലും കോൺഗ്രസ് 3ഇടത്തുമാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. ഏലംകുളം പഞ്ചായത്തിൽ 8 വാർഡുകളിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥികളും കുന്നക്കാവ് 9ാം വാർഡിൽ UDF പിന്തുണയ്ക്കുന്ന ജനകീയ മുന്നണി സ്ഥാനാർത്ഥിയും ജനവിധി തേടും. 1, 4, 10, 15 വാർഡുകളാണ് മുസ്ലിം ലീഗിന് നൽകിയിട്ടുള്ളത്. 3, 8, 16 വാർഡുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ഫസീല മാജിദ് അങ്കയത്തിൽ 1ാം വാർഡിലും മൻസൂർ കോലത്തൊടി, സുകുമാരൻ ചിറത്തൊടി, നൌഷാദ് മാസ്റ്റർ ചിറത്തൊടി, ഇസ്ഹാഖ് വട്ടംകണ്ടത്തിൽ, രമ്യ മാണിത്തൊടി, ഉണ്ണീൻകുട്ടി പുളിക്കാപ്പറമ്പിൽ, ഗിരിജ ടീച്ചർ, സൽമ കുന്നക്കാവ്, സൗമ്യ ടീച്ചർ, സത്താർ ചോലക്കൽ, കിഴക്കത്ത് ശ്രീനിവാസൻ, AK മുബീന, മേക്കാട്ടാശ, കൈറുനിസ ടീച്ചർ പത്രാട്ടിൽ, K ഭാരതി എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. ഇരു മുന്നണികളും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ മർച്ചന്റ്സ് യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ വ്യാപാര ഭവനിൽ ലേബർ ലൈസൻസ് എടുക്കുന്നതിനും പുതുക്കുന്നതിനും വേണ്ടി ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് യൂണിറ്റ് പ്രസിഡന്റ് ചമയ ബാപ്പു ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ PM അംജാദ്, ലേബർ ഓഫീസ് അസിസ്റ്റന്റ് ഷാജുമോൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളായ ഷാലിമാർ ഷൌക്കത്ത്, PTS മുസ്സു, CP മുഹമ്മദ് ഇക്ബാൽ, യൂസഫ് രാമപുരം, PP സൈദലവി, ഹാരിസ് ഇന്ത്യൻ, ഷൈജൽ ഒമർ, ഗഫൂർ വള്ളൂരാൻ, യഹ്യ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണയിൽ മുസ്ലിം ലീഗിൽ ഭിന്നത രൂക്ഷമാകുന്നു. MLAക്കെതിരെ പരസ്യ വിമർശനവുമായി മുൻ കൌൺസിലർ കൂടിയായ പച്ചേരി ഫാറൂഖ് രംഗത്ത്. നഗരസഭയിലെ 15ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വേണ്ടി നോമിനേഷനും നൽകി. പാർട്ടിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് പച്ചേരി ഫാറൂഖ് പെരിന്തൽമണ്ണ നഗരസഭയിലെ 15ാം വാർഡായ കോവിലകംപടിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നോമിനേഷൻ നൽകിയത്. ഫാറൂഖിന്റെ ഭാര്യയും മുൻ കൌൺസിലറുമായ പച്ചേരി സുരയ്യ പെരിന്തൽമണ്ണ നഗരസഭയിലെ 10ാം വാർഡായ മനഴി സ്റ്റാൻഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അടുത്ത ദിവസം പത്രിക നൽകുമെന്നും പച്ചേരി ഫാറൂഖ് പറഞ്ഞു. കഴിഞ്ഞ വർഷം കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിക്കെതിരെ റബല് നിർത്തിയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി റബല് നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിച്ച മുസ്ലിം ലീഗിൻ്റെ ഈ വാർഡിലെ ചില നേതാക്കൾ, ആ നേതാക്കളാണ് ഇന്ന് 10ാം വാർഡിൽ കൈപ്പത്തിയിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കൈപ്പത്തി ചിഹ്നത്തിൽ കൊടുത്തത് കാരണം റബലിനെ നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിച്ച ആ ആളുകൾ
ഇന്ന് കോൺഗ്രസ്സിൽ മെമ്പർഷിപ്പ് എടുത്ത് ഇന്ന് ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടി കോൺഗ്രസ്സിൽ മെമ്പർഷിപ്പ് എടുത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാനുള്ള ഒരു സാഹചര്യം MLA ഒരുക്കി കൊടുക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെ കോൺഗ്രസ്സിലേക്ക് കൊടുത്തുകൊണ്ട് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് പെരിന്തൽമണ്ണയിൽ നിൽക്കുക. അതിനെതിരെ ഈ 10ാം വാർഡിലെ മുഴുവൻ ജനങ്ങളും മുസ്ലിം ലീഗിൻ്റെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആളുകളും അതിന് എതിരാണ്. ആ എതിര് നിൽക്കുന്ന ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് 10ാം വാർഡിൽ നിലവിലെ 10 കൊല്ലം കൗൺസിലറായി പ്രവർത്തിച്ച പച്ചിരി സുരയ്യ നോമിനേഷൻ ബുധനാഴ്ച കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 3 തവണ മത്സരിച്ചവർ പിന്മാറണമെന്ന പാർട്ടി നിലപാട് പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പുലാമന്തോൾ പഞ്ചായത്തിലെ 14ാം വാർഡിലും താഴേക്കോട് പഞ്ചായത്തിലെ 4ാം വാർഡിലും 3 തവണയിലേറെ മത്സരിച്ചവർക്ക് നേതൃത്വം സീറ്റ് നൽകിയതായും ഫാറൂഖ് പറയുന്നു. എന്നെ ഇല്ലായ്മ ചെയ്യാൻ പെരിന്തൽമണ്ണ മണ്ഡലം MLAയും അദ്ദേഹം പറയുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കുന്ന നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഒരു റബ്ബർ സ്റ്റാമ്പ് കമ്മിറ്റിയാണ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അനീതി പെരിന്തൽമണ്ണയിൽ ഇന്ന് ഈ മണ്ഡലം കമ്മിറ്റിയും MLAയും നടത്തുന്ന മുസ്ലിം ലീഗിനെതിരെ നടത്തുന്ന ഈ അനീതി, ആ അനീതിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ 15ാം വാർഡിൽ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. എന്നാൽ പെരിന്തൽമണ്ണ നഗരസഭയിലെ 15ാം വാർഡായ കോവിലകമ്പടിയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ യോഗം ചേർന്ന് ആവശ്യപ്പെട്ടിട്ടും നേതൃത്വം അത് നിഷേധിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിൽ കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്നും MLAയുടെ കപട രാഷ്ട്രീയം തുറന്നുകാട്ടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CCN പെരിന്തൽമണ്ണ. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായി. 10 LDF സ്വതന്ത്ര സ്ഥാനാർത്ഥികളടക്കം 21 വാർഡിലേക്കുള്ള ഇടതു സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള LDF സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായി. 21 വാർഡുകളുള്ള ഗ്രാമപഞ്ചായത്തിൽ 10 വാർഡുകളിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കും. മത്സരരംഗത്തുള്ള 13 സ്ഥാനാർത്ഥികളും വനിതകളാണ്. കഴിഞ്ഞ തവണ വാർഡ് മെമ്പർമാരായിരുന്ന 2 പേർ വീണ്ടും ജനവിധി തേടുന്നുണ്ട്. വാർഡ് 1-ൽ C ബാലസുബ്രഹ്മണ്യൻ, 2-ൽ പത്മാവതി, 3-ൽ അമ്പിളി, 4-ൽ അഷ്റഫ് AK, 5-ൽ ഷാനവാസ്, 6-ൽ സരോജാദേവി, 7-ൽ ഷീജ, 8-ൽ ബുഷറ സത്താർ, 9-ൽ ഉമ്മു സൽമ, 10-ൽ വസന്ത, 11-ൽ അബൂബക്കർ സിദ്ദിഖ്, 12-ൽ ശ്രീലത, 13-ൽ സൈഫുദ്ദീൻ, 14-ൽ സജിദ, 15-ൽ മുഹമ്മദ് അഷ്റഫ്, 16-ൽ അബ്ദു ചക്കിതൊടി, 17-ൽ സജിദ, 18-ൽ EV ശങ്കരനാരായണൻ, 19-ൽ റഹ്മത്തുന്നീസ, 20-ൽ ലീന ശാന്തിനി, 21-ൽ ബൻസീറ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. നിലവിൽ UDF ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തിരിച്ചുപിടിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് LDF. CCN പെരിന്തൽമണ്ണ. താഴേക്കോട് മുള്ളൻമട കോളനിയിലെ അനിതയുടെ വിവാഹം സായി സ്നേഹതീരത്ത് നടന്നു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിലാണ് വിവാഹം നടന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് നടന്ന വിവാഹ ചടങ്ങിൽ കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി കല്ലമ്പള്ളി വീട്ടിൽ നിതേഷാണ് അനിതയ്ക്ക് താലി ചാർത്തിയത്. പെരിന്തൽമണ്ണ ആദിവാസി ഹോസ്റ്റലിലെ സഹായിയാണ് അനിത. പരേതനായ ചാത്തന്റെയും ലീലയുടെയും മകൾ. പെണ്ണുകാണലും വിവാഹമുറപ്പിക്കലും 1 മാസം മുൻപ് നടന്നിരുന്നു. സായി സ്നേഹതീരത്തിന്റെ മുഖ്യ പ്രവർത്തകർ KR രവിയുടെ മേൽനോട്ടത്തിലാണ് വിവാഹാഘോഷങ്ങൾ നടന്നത്. KR രവിയുടെ നേതൃത്വത്തിൽ സ്വയംവര എന്ന വാട്സാപ്പ് ഗ്രൂപ്പ് തയ്യാറാക്കുകയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ ഉൾപ്പെടുത്തിയുമാണ് വിവാഹത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത്. വിവാഹ ചടങ്ങിൽ പെരിന്തൽമണ്ണ മുൻ MLA V ശശികുമാർ, ഭക്ഷ്യ കമ്മീഷൻ അംഗം രമേശൻ, പെരിന്തൽമണ്ണ നിയോജകമണ്ഡലം MLA മഞ്ഞളാംകുഴി അലി തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. ഈ വിവാഹത്തിന്റെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിൽ പൊന്നോ പണമോ ജാതിയോ മതമോ ഒന്നുമല്ല ഉള്ളത്, സ്നേഹം മാത്രം. അതുകൊണ്ട് തന്നെ ഇതൊരു മാതൃക കൂടിയായി മാറിയിരിക്കുന്നു. ആ മാതൃകാ വിവാഹം സായി സ്നേഹതീരത്തിന് ഒരു തിലകക്കുറിയായിരിക്കുകയാണ്. അതിലെ പങ്കാളിത്തം നമുക്ക് അഭിമാനം നൽകുന്ന ഒരു സന്ദർഭമായി മാറി. വിവാഹ കർമ്മങ്ങൾക്ക് C വിശ്വനാഥൻ കാർമ്മികത്വം വഹിച്ചു. പെരിന്തൽമണ്ണയിലെ വിവിധ സംഘടനകളും വ്യക്തികളും ഒട്ടേറെ സഹായം എത്തിച്ചാണ് വിവാഹം മംഗളകരമായി നടന്നത്. വിഭവസമൃദ്ധമായ സദ്യയും ഉണ്ടായി. CCN പെരിന്തൽമണ്ണ. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ പ്രൊഫസർ ഡോക്ടർ P അബ്ദു എഴുതിയ അറിവും തിരിച്ചറിവും എന്ന പുസ്തകം പുറത്തിറക്കി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് V മുഹമ്മദ് അലി പ്രകാശനം ചെയ്തു. എഴുത്തുകാരനും പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ അറബി വിഭാഗം മേധാവിയുമായ ഡോക്ടർ അബ്ദു പതിയിൽ രചിച്ച അറിവും തിരിച്ചറിവും വിക്ടറി എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാനും SCRT മുൻ പ്രൊഫസറുമായിരുന്ന K മുഹമ്മദ്
അരിയൂർ രചിച്ച മതവിദ്യാഭ്യാസം ഒരു രൂപരേഖ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനമാണ് പട്ടാമ്പിയിൽ നടന്നത്. ഡോക്ടറേറ്റ് നേടിയ ടി കെ അബ്ദുൽ ജലീൽ, പ്രൊഫസർ എം പി ഇസ്ഹാഖ്, അന്താരാഷ്ട്ര അറബിക് ഫെഡറേഷൻ അംഗത്വം ലഭിച്ച ഡോക്ടർ പി അബ്ദു എന്നിവർക്കുള്ള അനുമോദനവും ഇതോടൊപ്പം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി എം മുഹമ്മദ് അലി പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാ മദ്രസാ പ്രസ്ഥാനത്തിന്റെയും പ്രഗത്ഭരായ അധ്യാപകന്മാർ. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ രക്ഷിതാക്കൾക്കും ഒരുപാട് വിവരം ഈ ലോക്ക്ഡൌൺ കാലത്തുണ്ടായി. കാരണം അവർ രാവിലെ ഇത് കാണാൻ വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല പ്രഗത്ഭരായ അധ്യാപകന്മാർ പഠിപ്പിക്കുമ്പോൾ സാധാരണ നാട്ടുപുറങ്ങളിലൊക്കെ മദ്രസ എന്ന് പറയുമ്പോൾ അത്ര ടൈംസിൽ അധ്യാപകരൊന്നും ആയിക്കോളുന്നില്ല. അവർ പഠിപ്പിക്കുക, അവരെ കഴിവിന്റെ പരമാവധി എന്നുള്ളവർ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആധുനിക വിദ്യാഭ്യാസം സംബന്ധിച്ച് നല്ല ജ്ഞാനമുള്ള പരിശീലനം ലഭിച്ചിട്ടുള്ള സംസ്ഥാന തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ആളുകൾ ക്ലാസ് എടുക്കുമ്പോൾ അത് നമ്മുടെ കുട്ടികളിൽ മാത്രമല്ല മാതാപിതാക്കളിൽ വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡ് കാലം രാവിലെ കുറച്ച് സമയം അതിനുവേണ്ടി എല്ലാ തിരക്കും മാറ്റിവെച്ചുകൊണ്ട് നിത്യവും അതിന് പോയിരിക്കുന്ന രക്ഷിതാക്കൾ എനിക്കറിയാം. അപ്പോ പഴയ കാലത്തുണ്ടായിരുന്ന മതവിദ്യാഭ്യാസം അല്ല പുതിയ കാലത്തുണ്ടാകും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഏറ്റവും കൂടുതൽ മതവിദ്യാഭ്യാസവും മതവിജ്ഞാനവുമുള്ള ആളുകളാണ് മുസ്ലിം സമൂഹം. ചിത്രഭാഷ അറിവേദിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ അധാർമികതയുടെ വക്കത്തകൾ ആരാണെന്ന് ചോദിച്ചാൽ ഈ സമൂഹമാണ്. ഈ മതവിദ്യാഭ്യാസം കിട്ടിയ ഒരു മതവിദ്യാഭ്യാസം ഇല്ലാത്ത ഇപ്പൊ ഹിന്ദു മതത്തിൽ എനിക്ക് ഒരുപാട് സഹോദരന്മാരിക്കല്ല, എനിക്ക് ഒരുപാട് അടുത്ത സുഹൃത്തുക്കളുണ്ട്. സത്യസന്ധമായി ജീവിക്കുക, പേരിന് പോലും കളവ് പറയാത്ത, സാമൂഹ്യ ബന്ധം കാസൂക്ഷിക്കുകയും മര്യാദ എന്ന് പറയുന്നത് അവരിൽ നിന്ന് കടമ്പാങ്ങാനാണ്. അങ്ങനെ നിഷ്കർഷയോടുകൂടി മര്യാദയോട് ജീവിക്കുന്ന ഹൈന്ദവ സഹോദരന്മാരാണ്. അവർക്ക് എന്ത് മതവിദ്യാഭ്യാസം? അവർ മതം പഠിക്കാനൊന്നും പോയില്ല. അവരെ വീടുകളിലേക്കുള്ള അച്ചടക്കത്തിൽ വളർന്നു വന്ന കുട്ടികൾ, എല്ലാവരും ഞാൻ പറയുന്നില്ല, നല്ല നല്ല കുട്ടികളാണ്. അതേ സമയത്ത് 5ാം ക്ലാസ് വരെ, 7ാം ക്ലാസ് വരെ, 10ാം ക്ലാസ് വരെ മദ്രസാ പഠനം വിദ്യാഭ്യാസമുള്ള കുട്ടികൾ പിന്നീട് ആ പഠിച്ച കാര്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാതെ നമ്മുടെ രാജ്യത്ത് അധാർമികമായിട്ട് എന്തെല്ലാം ഉണ്ടോ അതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായും പലപ്പോഴും വേദനയോടാണ്. എന്തിന്റെ പേരിൽ പോകുന്നില്ല. അതിന്റെ അർത്ഥം നമ്മുടെ മതവിദ്യാഭ്യാസം ആ കുട്ടികളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ്. അവരെന്തൊക്കെ കേട്ടു, അവരെന്തൊക്കെ പഠിച്ചു, അത് കഴിഞ്ഞോ അവർ പുറത്തുപോയി അത് അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ആ മതവിദ്യാഭ്യാസം കൊണ്ട് സാധിക്കും. ഒരു മനുഷ്യനെ മലയാളം സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ സി പി ചിത്രഭാനു, ട്രസ്റ്റ് സെക്രട്ടറി മൂസ ഉമരി എന്നിവർ പുസ്തക പരിചയം നടത്തി. ഡോക്ടർ എം പി ഇസ്ഹാഖ്, എം കെ മാനു മുസ്ലിയാർ എന്നിവർ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. AKM ഹദയത്തുള്ള സലഫി, ഡോക്ടർ സലീം ചെർപ്പളശ്ശേരി, PT മുഹമ്മദ് മാസ്റ്റർ, CG താലൂക്ക് വൈസ് പ്രസിഡന്റ് നാസർ ആലിക്കൽ, ഡോക്ടർ KM ഹിലാൽ, EM അബ്ദുൽ അസീസ് ഫാറൂഖി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പട്ടാമ്പി നഗരസഭയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. രാഷ്ട്രീയ പാർട്ടികൾ പാലിക്കേണ്ട കാര്യങ്ങൾ പോലീസ് യോഗത്തിൽ വിശദീകരിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് പട്ടാമ്പി നഗരസഭയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്. പട്ടാമ്പി CAയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം ചേർന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും പാലിക്കേണ്ട ചട്ടങ്ങളും അടങ്ങിയ ഇലക്ഷൻ കമ്മീഷന്റെ സർക്കുലറുകളും യോഗത്തിൽ വിതരണം ചെയ്തു. പൊതു ഇടങ്ങളിലും ഇലക്ട്രിക് പോസ്റ്റിലും മറ്റും പോസ്റ്ററുകളോ എഴുത്തുകളോ നടത്തില്ലെന്നും നിലവിൽ എഴുതിയ ഭാഗങ്ങൾ ഉടനടി നീക്കം ചെയ്യണമെന്നും പോലീസ് നിർദ്ദേശം നൽകി. CI സിദ്ദിഖ് യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ അതേ നാണയത്തിൽ തന്നെ നമുക്ക് ഒരുപക്ഷെ തീർക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ റോഡിൽ വരയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് 15 വയസ്സോ 16 വയസ്സോ പ്രായമുള്ള ഒരു പയ്യൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ കഴിയും. അവൻ വീട്ടിൽ പോയി കിടന്നുറങ്ങും, രാവിലെ ചിലപ്പോൾ 9 മണിക്ക് എണീക്കും, രാത്രി ഉറക്കം വെച്ചതിന്റെ പശ്ചാത്തലത്തിൽ. പക്ഷെ പിറ്റേ ദിവസം ഒരു ലഹള ഉണ്ടാവുന്നത് ചിലപ്പോ അവൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ആ ഒരു വ്യക്തി മാത്രമായിരിക്കാം ആ ലഹളക്ക് ഉത്തരവാദി. ഇതാരാണ് ചെയ്തതെന്ന് ഒരുപക്ഷെ ആ ചെയ്ത പാർട്ടിയുടെ ആളുകൾക്കോ പോലീസിനോ അറിയാനും ഒരുപക്ഷെ സാധ്യതയില്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടത് പ്രശ്നങ്ങൾ അങ്ങനെ ഏതെങ്കിലും ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തുവെങ്കിൽ നല്ലവരായിട്ടുള്ള സ്നേഹസമ്പന്നരായിട്ടുള്ള എന്റെ മുന്നിലിരിക്കുന്ന ഈ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള നിങ്ങൾ ആ പ്രദേശത്ത് തന്നെ അതിനെ മറ്റു തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാതെ അല്ലെങ്കിൽ സംഘർഷത്തിലേക്ക് തള്ളിവിടാതെ അതിന്റെ നല്ല വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എതിർ പാർട്ടിയിലെ ആളുകളെ വിളിച്ച് ആ പ്രദേശത്തുള്ള ആളുകളെ വിളിച്ച് ഇതങ്ങനെ ഒരു സംഭവമുണ്ട്, അപ്പൊ നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാം, അതിനൊരു സൊല്യൂഷൻ കാണാം, ഇതിപ്പോ തന്നെ സോർട്ട് ഔട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അവരെ കൂടി കണക്കിലെടുത്ത് അവരെ കൂടി മാനിച്ചുകൊണ്ട് അവരോട് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഒരു സൊല്യൂഷൻ കണ്ട് അതിനെ വ്യാപിപ്പിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അതിനെ പടർന്നു പോകാത്ത രീതിയിൽ അതിനൊരു സൊല്യൂഷൻ നിങ്ങൾ തന്നെ അതാത് പോക്കറ്റുകളിൽ
കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുന്നു, അന്വേഷിക്കുന്നു, 2-3 മാസം കഴിയുമ്പോൾ ഞങ്ങൾ സ്ഥലം മാറി പോകുന്നു. അടുത്ത ആളുകൾ വരുന്ന സമയത്ത് അയാൾക്ക് ഈ ഫയൽ ഹാൻഡ് ഓവർ ചെയ്യുന്നു. നിങ്ങളെ സംബന്ധിച്ച് മരണം വരെ നിങ്ങൾ ജീവിക്കേണ്ട, താമസിക്കേണ്ട സ്ഥലം ഈ സ്ഥലം തന്നെയാണ്. CI സിദ്ദീഖിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത്. SI ബിന്ദുലാൽ, SI പ്രദീപ്, SI ഗോപിനാഥൻ, മറ്റു ഉദ്യോഗസ്ഥരും പങ്കെടുത്തു.